ഇത് രണ്ടാമത് ബാറ്ററി ഇട്ടതാണ് അപ്പൂസ്. എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഇതുവരെ കാണിച്ചിടത്തൊരു വിശേഷമായിട്ടാണ് വന്നത്. നമ്മളെ രാത്രി നമ്മളെ വീട് ആരും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഹോം ടൂർ ചെയ്തപ്പോ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. രാത്രിയായിട്ട് ആരും കണ്ടിട്ടില്ല. പിന്നെ പുതിയ വന്ന ആൾക്കാർക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ രാത്രിത്തെ വിശേഷം ഒന്ന് കാണിക്കത്തെ നമ്മൾ വന്നത് അല്ലേ. അപ്പൊ നമ്മളെ രാത്രിത്തെ നമ്മളെ വീടിന്റെ വിശേഷം നമ്മളെ വിശേഷമൊക്കെ കണ്ടുവരാം. പ്രാർത്ഥന കഴിഞ്ഞോ? നമ്മളെ വീട് രാത്രി ഇതുവരെയായിട്ടും കാണിച്ചില്ല. രാത്രി വിശേഷം നമ്മള് കാണിച്ചിട്ടില്ല. ഹോം ടൂർ 2 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഉണ്ടായപ്പോ ഞങ്ങള് അപ്പൊ അയലൊക്കത്ത് ലൈറ്റ് ഉണ്ടായപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ലൈറ്റ്. അപ്പൊ അമ്മക്ക് വേണമെന്നൊരാഗ്രഹം. അപ്പൊ അമ്മന്നെ നമ്മളെ വീട് കണ്ടത് അസുഖമില്ലാത്ത ടൈമിലാണ്, ഗെയിം കഴിഞ്ഞ ടൈമിലാണ്. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇട്ടിട്ട് അമ്മക്ക് കാണാൻ കൂടിയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ അമ്മ ശരിക്കും പുറത്തേക്ക് ഇറങ്ങി കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പൊ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം. പിന്നെ മാത്രല്ല ഞാനും അപ്പൂസൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ കാണിച്ചു തന്നിരുന്നത്. കണ്ടിട്ടില്ല ഞാന്. അവിടെ നമ്മളെ നേരെ തൊട്ടായിടുവാസി അവിടെ ലൈറ്റ് ഇട്ടപ്പോ എന്തോ ഒരു സന്തോഷം. അത് കാണിച്ചു കൊടുത്ത് ആ വീട് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ലൈറ്റ് വെച്ചതുപോലെ ലൈറ്റ് കണ്ടിട്ട് ഇതൊന്നും സ്വപ്നത്തിൽ പോലെ നമ്മള് കരുതിയല്ല. നമ്മൾ ഈ ലൈറ്റ് ഒന്നും ഒരിക്കലും കരുതിയില്ല. ഒരു ലൈറ്റ് പുറത്തേക്ക് ഇടണമെന്നല്ലാതെ. ഞങ്ങൾക്ക് നമ്മളെ വീട്ടില് എന്താ ശരിക്കും എല്ലാ റൂമിലും ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തൊന്നും ഇല്ല. പുറത്തേക്കും അടുക്കളയിലും അടുക്കൊക്കെ ഓരോ വാതിൽ ഉണ്ടായിരുന്നു. മണ്ണോളക്കം കൊണ്ട് അങ്ങനെ നടക്കല്ലേന്നോ. പിന്നെ കറണ്ടൊക്കെ ആയിട്ട് ഇപ്പൊ ബൾബ് എല്ലായിടത്തും ആവശ്യത്തിലേറെ ലൈറ്റ് ആണ്. പക്ഷെ എല്ലാം ഇടലില്ല. ഇവിടെ ഉമ്മർ തന്നെ ഒരൊറ്റ ലൈൻ ഇടലുള്ളൂ. ഈ മുന്നത്തെ ഒറ്റ ലൈന് മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പൂസ് ഇടാനേ സമ്മതിക്കൂല. കറണ്ട് ബില്ല് ഇവിടെ 2 സെറ്റ് ആണ് കേട്ടോ ബൾബ്. വലുത് ഇതേമാതിരി 3 കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മളെ ഫ്രണ്ടിന്റെ കേട്ടോ. ഇത് എത്ര ഉണ്ടോ? ഇത് 1 2 3 വലുത്. 3 ഈ വലുതുള്ളത്. ഏതെങ്കിലും ഒന്നേ ഇടലുള്ളൂ. ഒന്നുകിൽ 3 വലുതിടും, അല്ലെങ്കിൽ ചെറുത് ഇങ്ങനെയുള്ളതിടും. അത് അപ്പൂസിന്റെ ഇഷ്ടാണ്. ഓന് പിന്നെ വലുത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഇവന് അപ്പൊ എന്താ ചെയ്യാന്നറിയോ, ഏറ്റവും കുറവ് ഏതാ ലൈറ്റ് കാണുന്ന വെച്ചാൽ അതേ ഇടുള്ളൂ. പിന്നെ ഞാനാണ് പിന്നെ ഇടുകയാണ് കേട്ടോ. ഞാൻ പറയും ഇങ്ങനെ കത്തിക്കാതെ നിന്നാ കേടായി പോകും പറഞ്ഞിട്ട് ഞാനിടും. അപ്പൊ അങ്ങനെ കാണിക്കും. അമ്മ വരും. അപ്പൊ കുറച്ചേരൊക്കെ ഞങ്ങളിങ്ങനെ ഉമ്മർത്ത് ലൈറ്റൊക്കെ ആക്കിയിട്ട് ഇരിക്കും. പിന്നെ എന്താ പറയുക, ഉമ്മർത്ത് നമുക്ക് ശരിക്കും ലൈറ്റിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് വഴിവിളക്ക് നേരെ പോസ്റ്റുമ്പോ ഉണ്ട്. അപ്പൊ ആ ലൈറ്റ് നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള വീടിനൊക്കെ കിട്ടും. ഉമ്മർത്തേക്ക് മാത്രല്ല, നമ്മളെ ഹാളിക്ക് ജനൽ കൂടെ ഹാളിക്കും വരും കേട്ടോ. അപ്പൊ ലൈറ്റിന്റെ ആവശ്യമില്ല. എന്നാലും ഇടും. നമുക്ക് ലൈറ്റൊക്കെ നമ്മള് വെച്ചതല്ലേ, അടച്ചിട്ടിട്ടോ. ഇങ്ങനെയുള്ള ലൈറ്റ് സീലിംഗ് ഇപ്പൊ എവിടെ എത്തി? അവിടെ 2 കത്തി. ഇനിതാ
ഇവിടെ കത്തിട്ടുണ്ട്. എടുത്ത് അവിടെ 2 കത്തി, ബീം 2 കൊടുത്തു, പിന്നെ ബീമിന്റെ സ്ലാബുമ്മ 2 കൊടുത്തു, ലാൻഡിങ്ങുമ്മേ. ഇത് ഇടയ്ക്കത്തി ഇവിടെ 4 നമ്മൾ ഈ ഹാളില് തുടങ്ങിട്ട് അങ്ങനെ 4 അപ്പൂസ് വായിച്ചോ? സ്വയിപ്പാക്കണ്ട. അപ്പൂസിന് ആദ്യം പഠിക്കാൻ ലേറ്റ് ഉണ്ടായില്ല, അപ്പൊ ലേറ്റ് കൂടുതലായില്ലേ അപ്പൂസ്? കൂടുതലായില്ലേ? ഇനി ഇതിലെ വലുത്തൊന്ന് നമ്മളെ 2 റൂമിലേക്ക് ഉള്ളതാണ് ഇട്ടത്. പിന്നെ പൂജാ റൂമിലുണ്ട്. അതില് വല്ലതല്ല. പിന്നെ നമ്മളെ റൂമില് പിന്നെ റൂമിലേക്ക് കൊറേ ഹോം ടൂർ കണ്ടാണ്, എന്നാലും നമ്മള് കാണിച്ചില്ല. രാത്രി നമ്മള് ലേറ്റ് ഇട്ട് കാണിച്ചില്ല. അപ്പൊ ഇവിടെ ഒന്നുണ്ട്. ഇനി ലേറ്റ് ഇട്ടായി 4 കത്തിക്ക്. 4 കറക്റ്റ് ആയിട്ട് ലേറ്റ് ഇപ്പോഴും അറിയില്ലല്ലേ? ഇതൊന്നും ഞങ്ങൾ ഇടലില്ല കേട്ടോ. ഈ 4 ഇടൂല. അപ്പൊ ഇവിടെ തന്നെ 6 ലൈറ്റ് ആയിട്ടോ. നമ്മളെ റൂമിൽ തന്നെ 6 ലൈറ്റ് ആയി. പണ്ടൊരു ബൾബുള്ളേന്ന്. അതുകൊണ്ടാണ് ഏതുണ്ടാ തോന്നാത്തത്. ഒരു ബൾബുമ്പോ കഴിഞ്ഞതാണ്. ഇവിടെ ബൾബ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഇട്ടാലും മാറിട്ടോ, ഉറങ്ങുമ്പോഴൊക്കെ ഇട്ടാലും ഭയങ്കര ലൈറ്റ് ആണ്. ഞാന് മറിച്ചേക്കലാണ്, വെളിച്ചാണ്. അമ്മേന്റെ റൂമിക്ക്, അമ്മന്റെ റൂമിക്ക്. അമ്മ അവിടെ ചിരിച്ചു. അതിന്റെ ആളെ അമ്മ പറഞ്ഞു കൊടുക്കണം ലൈറ്റ് എങ്ങനെ. അമ്മയും തന്നെ ലൈറ്റ് ഇടൂല കേട്ടോ. ഇവിടെ ഉള്ള സാധനം കുഞ്ഞ ലൈറ്റ് മാത്രം. അവിടെ സ്വിച്ച് അമ്മ ഏതും ഇടൂല. ഞാൻ ഏതും ഇടൂലെന്ന്. അവിടെ കടന്നാ മാത്രമേ ഇടാൻ കഴിയുള്ളൂ. പോണോ? ഫാൻ കത്തണേ. അപ്പൊ അതാ അവിടെ ഉണ്ട് 4 അമ്മക്ക്. ഇവിടെ ഉണ്ട് നമ്മളെ കൂട്ടിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ്. എവിടെ ഇതവിടെ കത്തുണ്ട്. നല്ല രസം. ഇഷ്ടപ്പെട്ട ലൈറ്റ് ചേച്ചി. പക്ഷെ ഇടലേ ഇട്ടിടുന്നില്ല. അമ്മ ഇട്ടിട്ടില്ല, ഞങ്ങൾ ഇടലുണ്ട്. പിന്നെ ആവശ്യം തന്നെയില്ല. ഫാന് തന്നെ അമ്മ എപ്പോഴേലും ഇടുള്ളൂ. പക്ഷെ ഈ റൂമിലല്ല തണുപ്പാട്ടോ. ഇവിടെ കിടക്കാൻ സുഖാണ്. അപ്പുറത്തെ റൂമിലാണ് കിടക്കാൻ സഹിക്കാൻ പറ്റാത്ത. രാത്രി പുറത്താ കിടക്കല്. ഭയങ്കര ചൂടാ. റോഡ് സൈഡും കൂടി അല്ലേ, ഇപ്പൊ ഭയങ്കര ചൂടാ. മരങ്ങളില്ല ഇവിടെ. പിന്നെ അടുക്കള ഭാഗമാണ്. ഇവിടെ മരങ്ങളെ തണുപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടക്കാൻ സുഖം. ആ ഭാഗമാണ് ഒന്നിനും പറ്റാത്ത. ഇവ 2 ദിവസമൊക്കെ വളരെ പ്രശ്നം. പക്ഷെ പിന്നെ AC ആണ് ഞങ്ങൾക്ക് ആർക്കും പറ്റൂല. അപ്പൊ ഇങ്ങനെ ഓഫായിക്കോളെ. അമ്മ കിടക്കണ ഇഞ്ചന്നെ ഓഫായിക്കോന്നു. ഇനി അതാ ഞങ്ങൾക്ക് പൂജാ റൂമിന് അടിപൊളി വാതിലേക്കണം അല്ലേ? അന്ന് നമ്മള് പെട്ടെന്ന് ഈ കർട്ടന്റെ അതേപോലെ തന്നെ ഇത് കളർ ഉണ്ട് പറഞ്ഞപ്പോ നമ്മൾ അതിനെ മേടിച്ച് സെലക്ട് ചെയ്തു. കർട്ടനാകുമ്പോ എന്താന്നറിയാം, നമ്മളെ ആവശ്യത്തിന് നമുക്ക് നീക്കി കൊടുക്കാം. അത് നല്ലത്. വിളക്കൊക്കെ വെക്കാനും കൊണ്ടുവരാനും വെക്കാനൊക്കെ അല്ലേ. വാതിലാകുമ്പോ നമുക്ക് ഒരു കയ്യില് തുറക്കാനും അടയ്ക്കാനൊക്കെ അത് ബുദ്ധിമുട്ടാ. പിന്നെ നമ്മളെ അടുക്കളയിലും ഇതുപോലെ തന്നെ ലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പിന്നെ നമ്മള് 2 വെച്ചിട്ടുള്ളൂ, കാരണം അടുക്കളയിൽ എടുത്തിട്ട് അല്ലേ. പിന്നെ ഇവിടെ 2 വാഷ് സ്പേസ് അല്ലേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനത്തെ ഒരു വാഷ് സ്പേസ് നമ്മള് പുറത്തടെ പോയി കാണുമ്പോ. അന്ന് നമ്മളെ ഹൗസ് വാമിങ്ങിന് പോയി നമ്മളെ കുഞ്ഞത്തിന്റെ അവിടുന്ന് കണ്ടപ്പോ അപ്പൂസ് ഒരു ദിവസം എന്താ വെച്ചാ അപ്പൊ ഇങ്ങനെ ഇത് നോക്കണ്ട് കണ്ണാടിയില്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് അന്ന് നമുക്കൊരു വീട് തന്നെ ആയിട്ടില്ല. ഇപ്പൊ ദൈവം സഹായിച്ച് നമ്മള് വിചാരിച്ചേക്കാട്ടിലും വലിയ വീടായി.
അപ്പൊ അപ്പൂസ് അങ്ങനെ നോക്കണ്ടാവും, ഭയങ്കര ടെൻഷനാണ്. നമുക്കൊരു വീട് അങ്ങനെ കാണുമ്പോ നമ്മളവിടെ നിന്ന് പോകുമ്പോ നല്ല കാണുമ്പോ നമ്മളെ മക്കള് അങ്ങനത്തെ നിക്കുമ്പോ ഭയങ്കര ടെൻഷനല്ലേ. എന്നിട്ടല്ല ആഗ്രഹം കേട്ടോ ആ വീട് കണ്ടെന്ന പോലെ. പറഞ്ഞിട്ടില്ലെങ്കിലും ഓന്റെ മനസ്സിൽ ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഓനോട് ഞാൻ പറഞ്ഞത് ഓനെ നോക്കിച്ച് അവനാണ് കൊണ്ട് എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അടിപൊളി ഉഷാറായിട്ട് ഓനെന്നാ ഓർത്ത് വെച്ചിണ്ടത്. എന്താ ചെയ്യാ, അതുപോലെയൊക്കെ കിട്ടി. പിന്നെ നമ്മളെന്നും ചെറുപ്പത്തില് നമുക്കൊരു വീട് പോയിട്ട് ഒരു ഓലക്കുടിലല്ലേ നമ്മള് നിന്ന്. അപ്പൊ അതുമായി ഇനി അടുക്കളയും കൂടി നമുക്കൊന്ന് സെറ്റായി കിട്ടാനുണ്ട്. അത് റെഡിയാക്കും നമ്മള് അടുത്ത വർഷം ആകുമ്പത്തിന്. നമുക്കൊരു ഇതിന്റെ പ്രശ്നം ഉണ്ട്, അതുകൊണ്ടാണ് ബാങ്കിന്റെ. അത് കഴിഞ്ഞ് നമ്മൾ ശരിയാക്കും. ഇനി നമുക്ക് ഏതായാലും ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു ടോയ്ലറ്റ് ഉണ്ട്. കുഞ്ഞു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ചെയ്യണത് വെച്ചാലേ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, 2 വട്ടം 3 പ്രാവശ്യം നമ്മള് കാണിച്ചു കൊടുത്താണ്. അപ്പൊ പുതിയ ആൾക്കാർ നമ്മളതിൽ കുറെ വന്നിട്ടുണ്ട്. ഒരാൾക്കാര് പറഞ്ഞു ഹോം ടൂർ ഞാൻ കാണിക്കണ്ട, ഇതൊന്നും കാണണല്ല. പക്ഷെ അത് ഒരാളെ 2 ആളെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കൂടി ഒന്ന് കാണാൻ ചെയ്തിട്ട് ഹോം ടൂറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ല, രാജ്യത്ത് ആരും കണ്ടിട്ടില്ല. അന്നേരം ലേറ്റ് ഇട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു എന്നല്ലാതെ നമുക്കൊരു രസം. അപ്പൊ നമ്മളെ സ്റ്റെയർ കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു, ഇത് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറഞ്ഞ ചെലവില് ഇങ്ങനത്തെ സ്റ്റെയർ 3000 നമുക്ക് സാധനത്തിന് ചെലവായിട്ടുണ്ട്. ബാക്കി എന്താ വെച്ചാൽ വീട് പണീന്റെ ബാക്കിയുള്ള പെയിന്റും ഈ ഇതേപോലെ ഈ വാതിലിനടിച്ച പെയിന്റ് മരത്തിന്റെ കളറാക്കി നമ്മള്. ഇതൊക്കെ ചെറിയ 30 രൂപ പോവാണ്. എല്ലാം 30 രൂപന്റെ അനിയന്റെ സെലക്ഷൻ കേട്ടോ ഫുള്ള്. മാറലുണ്ടോന്നു ഇപ്പൊ ഇന്നലെ 2 ആൾക്കാർക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്നലെ ചോദിച്ചിരുന്നു, ലൈവില് വന്നിട്ടൊക്കെ ചേച്ചി ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അയച്ചൊക്കെ കൊടുത്തിരുന്നു. അവർക്കൊക്കെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടേ. പിന്നെ ഈ ലൈറ്റ് ഇട്ടുകൊടുത്താ ഇതെന്താ വെച്ചാൽ അനിയം കോണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തുടങ്ങി. ഈ ലൈറ്റ് വേണം അന്ന് തന്നെ പോയി ഞങ്ങൾ കുടിരിക്കൽ തലേന്നൊക്കെ പോയി സെറ്റ് ചെയ്തിട്ടത്. ഇത് 2ാമത് ബാറ്ററി ഇട്ടതാണ് അപ്പൂസ്. ഇത് ഒരു ബാറ്ററി കഴിഞ്ഞേന്നു. അപ്പൊ ഞാനിത് കൊണ്ടുവന്നപ്പോ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഓഫ് ആക്കിയിരുന്നില്ല. അത് കാരണം പെട്ടെന്ന് തീർന്നു ചാർജ് ഇട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. എന്നിട്ട് ഇപ്പോഴും ഇത് കുറച്ചേരം തന്നെ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞു തോന്നണില്ലേ? അപ്പൊ അപ്പൂസിന് ഇഷ്ടല്ലേ ലൈറ്റ്? അപ്പൂസിന് എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് കാണുന്നത് അപ്പൂസിന് ലൈറ്റ് ഇല്ലാത്ത നമുക്ക് ഇഷ്ടമായിരുന്നു. വേണ്ട ചിലപ്പോ അല്ലാതെ നമ്മൾ ഇടലുമില്ല. ആവശ്യമല്ല, എന്തേലും അവസരം വരുമ്പോ നമ്മളിങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ഇട്ടുന്നല്ലാതെ. അപ്പഴ ഇപ്പൊ നമ്മളെല്ലാം പണിമിക്കാൻ നോക്കല്ലോ ചേച്ചി. ഞാൻ ഇടയ്ക്ക് നിന്ന് നോക്കും. എന്റെ സീറ്റ് ഇവിടെയാണ്, എപ്പോഴായാലും ഞാൻ അവിടെ നിന്ന് കാണും. പിന്നെ എന്റെ മെഷീനെ ഞാൻ ഇങ്ങോട്ട് ഞങ്ങളിവിടെ മേലെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇപ്പൊ തയ്ക്കാന്റെ പേരും പറഞ്ഞിട്ടൊന്ന് കയറും. അപ്പൊ ഇനി നമ്മളെ മെയിൻ ലൈറ്റ് ആഗ്രഹം ലൈറ്റ് ഇങ്ങനെ കയറിപ്പോണം. അപ്പൊ ഇത് ആഗ്രഹം ഉണ്ടെന്നല്ല നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ടിവിയിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ട്. ഇത് എന്നിട്ടോ വിചാരിച്ചെന്ന ലൈറ്റ് ഇതല്ല. അതല്ല, ഇത് ഇവിടെ ഉണ്ടാവുന്ന നമുക്കല്ല. കാരണം വയറിങ്ങനെ വന്നപ്പോ ഇത് ഇവിടെ ഇങ്ങനെ ലൈറ്റ് പണി, അതായത് ഇപ്പൊ എത്രയിലൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇതാക്കി. അപ്പൊ അവൻ പറഞ്ഞു മറ്റേ ഇങ്ങനെ മിന്നി പോണ ലൈറ്റ് ഇല്ലേ, അത് മതി നമുക്ക് സ്റ്റെപ്പിന് നമുക്ക് മറ്റേതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ. അതൊക്കെ പിന്നെ പെട്ടെന്നായപ്പോ നമ്മള് വിട്ടതൊക്കെ 2000 രൂപയുടെ കൂടി അങ്ങനത്തെ ലൈറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് പിന്നെ ഈ ലൈറ്റ് ഇതേമാതിരി മിന്നി പോണ ലൈറ്റ് നമ്മള് കൊറേ ഇതില് നോക്കി. കോഴിക്കോട് എവിടെ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല. കൊറേ ദിവസം അത് തന്നെ സെർച്ച് ചെയ്തോണ്ടിരുന്നു. കോഴിക്കോട് ഒക്കെ പോയാൽ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2-3 ദിവസം മുപ്പര് അതിനായിട്ട് ചുറ്റി കളിച്ചിട്ടുണ്ട് അതന്നെ കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ വെച്ചു. ഞങ്ങള് പറഞ്ഞു, ഞാനും പറഞ്ഞു പുറത്തുകൂടെ ഉണ്ട്, പുറത്തുണ്ട്, ബാക്കിലുണ്ട്, സൈഡിലൊക്കെ ലൈറ്റാ. എന്തേലും ഒറ്റ ലൈറ്റ് ഞെക്കിയാൽ മൊത്തം നമ്മള് കത്തുമല്ലോ. അപ്പൊ പക്ഷെ ഇതന്നെ കിട്ടിയിട്ട് ഞങ്ങൾ ഇടലില്ല കേട്ടോ. ചിലപ്പോ രാത്രിയൊക്കെ അമ്മ കാണാ മറന്നാണ്ട ഇതിടുമ്പോ മൊത്തം കത്തനാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താന്നാലും ഉറങ്ങിയിട്ടില്ല ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ലൈറ്റ് ഞെക്കിയാൽ മൊത്തം കത്തൂലേ നമ്മളെ വീടിന്റെ ഉള്ളും പുറം മൊത്തം.
പുറത്തു കൂടെ എത്തണം അല്ലേ? പുറത്തു കൂടെ എത്തണം. അപ്പൊ അതൊക്കെയാണ് നമ്മളെ രാത്രിത്തെ നമ്മളെ വീടിന്റെ വിശേഷങ്ങള്. വിശേഷം ഇഷ്ടായാലൊക്കെ കമന്റ് ചെയ്യാ. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കല്ലേ പൂസ? കഴിക്കാം. പിന്നെന്താ, ഞങ്ങള് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കും, കുറച്ച് നേരത്തെ കിടക്കും. പക്ഷെ കമന്റിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഇട്ട് വേണം ഉറങ്ങുമൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരുന്ന് ഉണ്ട്, 4 ആൾക്കും മരുന്നുള്ളതുകൊണ്ടേ 8-8:30 ഞങ്ങൾ ചോറിനും എന്നിട്ട് മരുന്നൂട്ടിയാണ് തുടങ്ങും. കമന്റ് റീപ്ലൈ ഇനി കുറച്ചിന്റെ കൊടുക്കല് തുടങ്ങുള്ളൂ. വാട്സാപ്പിലും കുറെ മെസ്സേജ് വന്നിട്ടുണ്ടാവും, നോക്കണം. ഇപ്പൊ ഇന്നലെ ലൈവില് വന്നതിന്റെ ശേഷം കൊറേ ആള് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, കമന്റ് എന്താ പറയാ ഇത് മെസ്സേജ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ രാത്രിത്തെ കുറച്ചിങ്ങനെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോ നിന്നതാണ്. എന്നതിന്റെ ശേഷമാണ് വാട്സപ്പിലൊക്കെ കയറാന്. അപ്പൊ എന്നാല് നമ്മുടെ ഇന്നത്തെ വിശേഷം അല്ലേ? ഇത്രയുള്ളൂ. ഇനി നാളെ വേറെ വരാം. എല്ലാവർക്കും ബായ്. അപ്പൂസെ ബായ് പറഞ്ഞ